നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രണയത്തിന് വേണ്ടി സ്വന്തം ഭർത്താവിനെ അതിദാരുണമായിട്ട് കൊലപ്പെടുത്തിയ ഒരു ഭാര്യയുടെ വാർത്ത. വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് പ്രണയം എന്ന് പറയുന്ന ഒരു വാക്ക് ഇപ്പോൾ പലപ്പോഴും മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത്. തൻ്റെ ഭർത്താവ് തൻ്റെ വിവാഹേതര ബന്ധത്തിന് തടസ്സമാകുമെന്ന് മനസ്സിലായതോടെ ഭർത്താവിനെ കൊലപ്പെടുത്താൻ കാമുകനൊത്ത് കൃത്യമായിട്ട് കൊലപാതകം പ്ലാൻ ചെയ്യുന്ന ഭാര്യ. അപകടം വരുത്തുന്നു, അപകട മരണമായിട്ട് വരാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ അപകടത്തിൽ മരണപ്പെടാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഭർത്താവിൻ്റെ ശരീരത്തിലേക്ക് ടോയ്ലറ്റ് ക്ലീനർ കുത്തിക്കയറ്റിയതിനു ശേഷം അതിദാരുണമായിട്ട് കൊലപ്പെടുത്തിയ വാർത്തകളാണ് പുറത്തു വരുന്നത്. വിവാഹേതര ബന്ധം തൻ്റെ ഭർത്താവ് സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് ഈ കൊടും കൊലപാതകത്തിന് ആ യുവതി തീരുമാനിക്കുന്നത്. തെലങ്കാനയിലാണ് ഇത്തരത്തിലൊരു അതിക്രൂര കൊലപാതകം നടന്നിരിക്കുന്നത്. തെലങ്കാനയിലെ നിസാമാബാദിലെ നയാൽക്കലിൽ ഭർത്താവിൻ്റെ സിരകളിലേക്ക് ടോയ്ലറ്റ് ക്ലീനർ കുത്തിവച്ച് ഭർത്താവിനെ കാമുകനും ഭാര്യയും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന് പോലീസ്. കാമുകന്റെയും മറ്റൊരു യുവാവിൻ്റെയും സഹായത്തോടെ ആയിരുന്നു തൻ്റെ ഭർത്താവിനെ ഈ തരത്തിൽ യുവതി കൊലപ്പെടുത്തിയത്. ഇതിൽ നിർണായക വിവരങ്ങൾ പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. കൊല്ലപ്പെട്ട പ്രശാന്ത് എന്ന് പറയുന്ന യുവാവ് ഈ അടുത്തിടെയാണ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് എത്തി സ്വന്തം കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി തുടങ്ങിയത്. പക്ഷേ താൻ തൻ്റെ കുടുംബത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് കുടുംബം ഒരു കെട്ടിപ്പടുക്കാൻ വേണ്ടി ഇനി നാട്ടിൽ നിൽക്കാമെന്ന് കരുതിയത് അയാൾക്ക് തന്നെ വിനയായി എന്ന് മനസ്സിലാകുന്ന തരത്തിലാണ് ഈ മരണവാർത്ത. ഭാര്യയായ സന്ധ്യ തൻ്റെ വിവാഹേതര ബന്ധത്തിന് ഭർത്താവ് തടസ്സമാകുമെന്നുള്ള കാര്യം മനസ്സിലാക്കി തൻ്റെ കാമുകനോട് ഡിസ്കസ് ചെയ്തു. അതോടുകൂടെ കാമുകനുമൊത്ത് കൊലപാതകം ആസൂത്രണം ചെയ്ത് അത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന രീതി. സന്ധ്യയുടെ കാമുകനായ അനിലും വെങ്കട് സായി എന്ന് പറയുന്ന യുവാവുമാണ് ഗൂഢാലോചന നടത്തി ഇയാളെ കൊലപ്പെടുത്തുന്നത്. സംഭവ ദിവസം വെങ്കട് സായി പ്രശാന്തിനെ മദ്യപിക്കാൻ പ്രേരിപ്പിക്കുകയും അവിടെ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു. പക്ഷേ ആ ഒരു രീതിയിൽ ആ ഒരു ശ്രമത്തിൽ അയാൾ മരണപ്പെട്ടില്ല. വലിയ ഗുരുതരമായ പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകേണ്ടി വന്നു. അങ്ങനെ ആശുപത്രിയിൽ വെച്ച് സന്ധ്യ പ്രശാന്തിൻ്റെ സിരകളിലേക്ക് ഹാർപിക് ടോയ്ലറ്റ് ക്ലീനർ കുത്തിവയ്ക്കാനും അത് മുഖാന്തരം ജീവൻ നഷ്ടപ്പെടുത്താനുമുള്ള പദ്ധതികൾ മെനഞ്ഞു. അന്വേഷണത്തിനിടെ വെങ്കട് സായി കുറ്റകൃത്യം സമ്മതിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. സന്ധ്യയും കാമുകൻ അനിലും തമ്മിലുള്ള ബന്ധത്തിന് ഭർത്താവ് പ്രശാന്ത് തടസ്സമാണെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഇയാളെ കൊലപ്പെടുത്താൻ ഇരുവരും ഗൂഢാലോചന നടത്തിയതെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. കൊലപാതക പദ്ധതി നടപ്പിലാക്കുന്നതിനായി വെങ്കട് സായിയുടെ സഹായവും ഇവർക്ക് കൃത്യമായി ലഭിച്ചിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി. ഗൂഢാലോചനയുടെ ഭാഗമായി ജൂൺ 29-ന് വെങ്കട് സായി പ്രശാന്തിന്റെ വീട്ടിലെത്തി ഇയാളെ അമിതമായിട്ട് മദ്യം കഴിപ്പിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് മദ്യലഹരിയിലായിരുന്ന ഇയാളെ കെട്ടിടത്തിന് മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ടെറസിലെത്തിയപ്പോൾ അയാളെ താഴേക്ക് തള്ളിയിടാൻ ഫോണിലൂടെ സന്ധ്യ നിർദ്ദേശിച്ചു. ആ നിർദ്ദേശപ്രകാരം സുഹൃത്ത് ചെയ്തു. പക്ഷേ അപകടത്തിൽ പരിക്കേറ്റ് കിടന്ന പ്രശാന്ത് മരിച്ചില്ലെന്ന് കണ്ടതോടെ നാട്ടുകാരുടെ ശ്രദ്ധയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലായതോടെ അയാളെ ഉടൻ തന്നെ ഇവർ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ തുടർന്ന ഭർത്താവിനരികിലേക്ക് സന്ധ്യയും വെങ്കട് സായിയും എത്തി. അതിനുശേഷം പ്രശാന്തിനെ സർക്കാർ ആശുപത്രിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇരുവരും ചേർന്ന് മാറ്റി ചികിത്സ നൽകിയ ശേഷം ഇയാളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ വച്ചാണ് ഈ കൊലപാതകം നടപ്പിലാക്കുന്നത്. ആരോഗ്യസ്ഥിതി മോശമായി കിടക്കുന്ന പ്രശാന്തിന്റെ ശരീരത്തിലേക്ക് അനിലിന്റെ നിർദ്ദേശപ്രകാരം സന്ധ്യ കാനുലയിലൂടെ പ്രശാന്തിന്റെ ശരീരത്തിലേക്ക് ടോയ്ലറ്റ് ക്ലീനറും അനസ്തേഷ്യ മരുന്നും മിക്സ് ചെയ്ത മിശ്രിതം കുത്തിവെച്ചു. അത് മരണത്തിന് കാരണമായി. പ്രശാന്തിനെ ഈ കൊലപാതകത്തിന് ശേഷം കട്ടിലിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് അപകട മരണമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും ഇവർ നടത്തിയിരുന്നെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും അന്വേഷണത്തിനിടെ 3 പ്രതികളും കുറ്റം സമ്മതിച്ചതായി പോലീസ് പറയുന്നു. സന്ധ്യ, അനിൽ, വെങ്കട് സായി എന്നിവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. കോടതി 3 പ്രതികളെയും ജുഡീഷ്യൽ കസ്റ്റഡിക്ക് റിമാൻഡ് ചെയ്തെന്നാണ് വിവരം. സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കൂടുതൽ അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. എന്തായാലും ഓരോ ദിവസവും വാർത്തകൾ എടുത്തു നോക്കുമ്പോൾ പ്രണയത്തിന് വേണ്ടി മറ്റൊരാളെ ബലി കൊടുക്കുന്ന രീതികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കുറച്ച് ദിവസമായിട്ട് ഇത്തരത്തിൽ നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ബിസിനസ്സുകാരനായിട്ടുള്ള കേതന്റെ കൊലപാതക വാർത്തയായിരുന്നു. പ്രതിസുധ വധു
ഈ കോടീശ്വരനായിട്ടുള്ള കേതൻ എന്ന് പറയുന്ന നവവരനെ ഒഴിവാക്കി മറ്റൊരാളെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആ കൊലപാതകം ഉണ്ടാകുന്നത്. അതായത് കേതൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുമായിട്ട് വിവാഹത്തിന് താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിയ യുവതി മറ്റൊരാളുമായിട്ട് പ്രണയത്തിലാകുന്നു. താൻ മറ്റൊരാളുമായിട്ട് പ്രണയത്തിലാണ്, അയാളെയാണ് വിവാഹം കഴിക്കാൻ താല്പര്യമെന്നും കേതനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ എളുപ്പം കേതൻ എന്ന് പറയുന്ന യുവാവിനെ കൊലപ്പെടുത്തുകയാണെന്ന് മനസ്സിലാക്കിയതോടെ കേതനെ സ്നേഹം നടിച്ച് കൂട്ടിക്കൊണ്ടുപോയി മരണത്തിന് തള്ളിയിട്ട് കൊടുത്ത ഒരു വാർത്തയായിരുന്നു അത്. കേതൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തൻ്റെ പ്രതിശ്രുത വധുവിന് വേണ്ടി ഏറ്റവും നല്ല ബർത്ത്ഡേ വിഷ് നൽകാൻ വേണ്ടി ഏറ്റവും നല്ല ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയും സിയെ കൊണ്ട് അങ്ങോട്ട് പോവുകയുമായിരുന്നു. പക്ഷേ അവിടെ വെച്ച് തൻ്റെ കാമുകൻ്റെ സഹായത്തോടെ കേതനെ കൊലപ്പെടുത്തുകയായിരുന്നു സിയ എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ആ ഒരു പൂനെ കേതൻ കൊലക്കേസ്. ഇപ്പോൾ ഈ കൊലക്കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കണ്ടെത്തുന്ന റിപ്പോർട്ടുകളും വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് കേതനെ കൊലപ്പെടുത്താൻ ശ്രീയൻ നടത്തിയിട്ടുള്ള ഗൂഢാലോചന അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കാണ് എന്നുള്ളതാണ് വിവരം. പ്രതിയായ സിയ ഘോയൽ സോനം രഘുവംശി എന്ന് പറയുന്ന സ്ത്രീ മുൻപ് നടത്തിയിട്ടുള്ള സമാനമായിട്ടുള്ള ഒരു കൊലപാതകത്തെക്കുറിച്ച് ഓൺലൈനിലൂടെ വിശദമായി പഠിച്ചതിന് ശേഷമാണ് ഈ ഒരു കൊലപാതകം നടത്തുന്നത്. സിയയുടെ ഫോൺ രേഖകളും ഇൻ്റർനെറ്റ് തിരച്ചിലുകളും അതിൻ്റെ ചരിത്രവും ഒക്കെ മനസ്സിലാക്കുമ്പോൾ കൃത്യമായിട്ട് കൊലപാതകത്തിന് മുൻപ് തന്നെ കൊലപാതകം ആസൂത്രണം ചെയ്തിരുന്നത് എന്ന് പോലീസ് കണ്ടെത്തുന്നു. പഴയ കേസിലെ പിഴവുകൾ എന്താണ് എന്ന് മനസ്സിലാക്കി കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള വ്യാജ തെളിവുകൾ നിർമ്മിച്ചതിന് ശേഷമാണ് പോലീസിനെ കബളിപ്പിക്കാൻ സിയെ ശ്രമിച്ചത്. കാമുകനായ ചേതൻ ചൗധരിയുടെ സഹായത്തോടെ കേതനെ കൊക്കയിലേക്ക് തള്ളിയിട്ടായിരുന്നു ഈ ഒരു കൊലപാതകം നടത്തിയത്. ഈ കൃത്യത്തിൽ പ്രതികൾക്ക് യാതൊരുവിധ കുറ്റബോധവുമില്ല എന്ന് പിന്നീട് അന്വേഷണ സംഘം വ്യക്തമാക്കിയപ്പോൾ പൂനെ നഗരം ഒന്നടങ്കം ഞെട്ടിവിറച്ചു. വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ രാജാ രഘുവംശിയുടെ കേതൻ അഗർവാളിന്റെ കൊലപാതകങ്ങൾ തമ്മിൽ വിചിത്രമായ സാമ്യങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. രണ്ട് കേസുകളിലും ഇരകളെ പങ്കാളികൾ മലഞ്ചെരുവിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഭർത്താവിനെ കൊല്ലാൻ സോനം രഘുവംശി മെനഞ്ഞ പദ്ധതിയിൽ നിന്ന് സിയ ഘോയലും കാമുകനും കൂട്ടപങ്കാളിയായ ചേതൻ ചൗധരിയും പാഠങ്ങൾ പഠിച്ചിരുന്നെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. രണ്ട് കേസുകളും തമ്മിൽ സാമ്യതയുണ്ട് എങ്കിലും സോനം രഘുവംശിയുടെ തെറ്റുകളിൽ നിന്ന് പലതും മനസ്സിലാക്കിയ ശേഷമായിരുന്നു സിയ മികച്ച ആസൂത്രണം മെച്ചപ്പെടുത്തിയതെന്നും അതുപ്രകാരമാണ് കൊലപാതകം നടത്തിയതെന്നുമാണ് പോലീസ് പറയുന്നത്. ഇത് പോലീസിന് കേസ് തെളിയിക്കുന്നതിന് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അന്വേഷണത്തിനിടയിലുണ്ടായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലിലൂടെയാണ് തങ്ങൾക്ക് ഈ കേസിലെ വഴിത്തിരിവ് ലഭിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് നോവലിലെ പോലെ പ്രതികൾ കുറ്റം സമ്മതിക്കുന്നത് വരെ അന്വേഷണം ഊർജിതമാക്കുന്നത് അലബൈകളുടെ പല അടരുകളും പരിശോധിക്കേണ്ടി വന്നു. പോലീസ് കസ്റ്റഡിയിലെ കുറ്റസമ്മതം കോടതി തെളിവായി ഏറ്റെടുക്കില്ലെങ്കിലും ഒരു കൊലപാതക കേസിന്റെ അന്വേഷണത്തിൽ തെളിവുകൾ ശേഖരിക്കുന്നതിന് ഇത് സഹായിക്കുന്നതാണ്. വിർജീനിയ വുൾഫിൻ്റെ പ്രശസ്തമായിട്ടുള്ള മിസ്സിസ് ഡാലോവ് എന്ന് പറയുന്ന നോവലിലെ പോലെ കേതൻ അഗർവാളുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴി കൊലപാതകമാണെന്ന് വിശ്വസിച്ച സിയ ഘോയലിൻ്റെ മനസ്സിലുണ്ടായ അതേ ക്രമത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ കൊലപാതകം നടന്നതെന്ന് പോലീസ് പറയുന്നു. സിയ ഘോയലിൻ്റേത് ഒരു ക്രിമിനൽ ബുദ്ധിയാണോ എന്ന ചോദ്യത്തിന് ഇതൊരു നിരാശയിൽ നിന്നുണ്ടായ കുറ്റകൃത്യമായിരുന്നു എന്നും വ്യക്തിബന്ധങ്ങളും അവരുടെ ചിന്താഗതിയുമാണ് ഇതാണ് ഏക പോംവഴി എന്ന് അവരെ വിശ്വസിപ്പിച്ചതെന്നുമാണ് പോലീസ് പറയുന്നത്. കുടുംബങ്ങൾ തമ്മിലുള്ള ഇടപെടലുകളും അവരുടെ തീരുമാനത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ടെന്നും അന്വേഷണത്തിലും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നു. ചേതനെ കൊല്ലാനുള്ള സിയയുടെ തീരുമാനത്തിന് പിന്നിൽ ഒന്നിലധികം ഘടകങ്ങളുണ്ടെന്നാണ് സൂചനകൾ. കുടുംബപരവും സാമൂഹികപരവുമായിട്ടുള്ള വിശ്വാസങ്ങൾ തീർച്ചയായും അതിലൊന്നു തന്നെയാണ്. കേതൻ അഗർവാളിനെ ഇല്ലാതാക്കാനുള്ള അവരുടെ തീരുമാനത്തിന് പിന്നിൽ ഒന്നല്ല മറിച്ച് ഒന്നിലധികം ഘടകങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടുന്ന മാനസിക നില എന്നാണ് അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നത്. ആ അർത്ഥത്തിൽ കുറ്റകൃത്യം ചെയ്യാനുള്ള ഉദ്ദേശം അവർക്കുണ്ടായിരുന്നു. കണ്ടെത്തലുകളിൽ നിന്നും വിചാരണയിൽ നിന്നും ഒരുപക്ഷെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ
അലബൈകൾ ആസൂത്രണം ചെയ്തുകൊണ്ട് അവർ അത് നടപ്പിലാക്കിയെന്നാണ് പോലീസ് പറയുന്നത്. കേതൻ അഗർവാളിനെ കൊലപ്പെടുത്തിയതിൽ സിയ ഘോയലിനും ചേതൻ ചൗധരിക്കും നിലവിൽ യാതൊരു ഖേദവുമില്ല എന്ന പശ്ചാത്തലത്തിൽ അവരുടെ ഈ ഒരു രീതി അത് കാണിക്കുന്നത് ഇവർ ഇത് തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നു എന്ന് തന്നെയാണ്. ജയിലിലെ താമസം സാധാരണയായി അതിക്രൂരമായിട്ടുള്ള കുറ്റവാളികളെ പോലും തളർത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇരുവരും ജുഡീഷ്യൽ കസ്റ്റഡിയിലായതിനാൽ ജയിലിൽ കഴിയുന്നതോടെ അവർക്ക് തങ്ങളുടെ തെറ്റിനെക്കുറിച്ച് ബോധമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം നിരന്തരമായ ചോദ്യം ചെയ്യലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ രണ്ടുപേരും പിടിക്കപ്പെടാതെ രക്ഷപ്പെടുമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. കേതന്റെ മരണകാരണം അപകടമെന്ന് കുടുംബം വിശ്വസിച്ചിരുന്നു. കൂടാതെ ലോഹാഗഡ് കോട്ടയിലെ ട്രെക്കിങ്ങിനിടെ അദ്ദേഹം വീണ സ്ഥലം മറ്റു സ്ഥലങ്ങളെ പോലെ അത്ര അപകടകരമായിട്ടുള്ള ഒരു സ്ഥലമല്ല എന്നതും പോലീസിൽ സംശയമുണ്ടാക്കി. സാഹചര്യ തെളിവുകൾ മാത്രമുണ്ടായിരുന്ന കേസിൽ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്താനുള്ള പോലീസിന്റെ നീക്കവും നിർണായകമായിട്ടുണ്ട്. കൊലപാതകം ആസൂത്രണം ചെയ്യുന്ന സമയത്ത് ഇരുവരും വിശദമായ ഗവേഷണം നടത്തിയിരുന്നതായും രാജാ രഘുവംശിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച ചില വാർത്താ റിപ്പോർട്ടുകൾ അവർ വായിച്ചതായും വിശ്വസിക്കാൻ പോലീസിന് നിരവധി കാരണങ്ങളുണ്ട്. ഈ കേസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പോലീസ് ആദ്യം മുതൽ തന്നെ കേതന്റെ കൊലപാതകം അന്വേഷിച്ചിരുന്നത്. രണ്ട് കേസുകളിലും സാമ്യതകൾ ഏറെക്കുറെ ഒന്നായിരുന്നു എന്നുള്ളതാണ്. രാജാ രഘുവംശിയുടെ കൊലപാതകം അദ്ദേഹത്തിന്റെ നവവധുവായ സോനം രഘുവംശിയാണ് ആസൂത്രണം ചെയ്തത്. രാജാ രഘുവംശിയെ ആദ്യം കൊലപ്പെടുത്തുകയും ശേഷം മൃതദേഹം വിജനമായ സ്ഥലത്തെ മലഞ്ചെരുവിൽ നിന്ന് താഴേക്കിറങ്ങുകയും ചെയ്യുകയാണ് സോനം ചെയ്തത്. എന്നാൽ കേതന്റെ കേസിൽ സിയയും ചേതനും ചേർന്ന് ഒന്നിച്ച് കേതനെ മലഞ്ചെരുവിൽ നിന്ന് ഡയറക്റ്റ് തള്ളിയിടുന്നു. സിയ തനിയെ തള്ളിയാൽ കേതൻ താഴെയുള്ള കൊക്കയിലേക്ക് വീഴുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ അവർ ഇത്തരമൊരു പദ്ധതി തയ്യാറാക്കിയതെന്നാണ് വിവരം. സിയ ഗോയലിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണിലെ ബ്രൗസിംഗ് ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ മേഘാലയയിൽ നടന്ന രാജാ രഘുവംശി കൊലപാതകത്തിന്റെ വിശദാംശങ്ങൾ അവർ പരിശോധിച്ചതായി കണ്ടെത്തുകയായിരുന്നു പോലീസ്. എന്തായാലും പ്രണയത്തിന് വേണ്ടി മറ്റു പല ആളുകളുടെയും ജീവൻ ബലി കൊടുക്കുന്ന വാർത്തകളാണ് ഇത്തരത്തിൽ കുറച്ചധികം കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.